നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സോഷ്യോളജി ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററാണ്. അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സാമൂഹിക അസമത്വവും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ സമൂഹത്തിലുള്ള. അപ്പോൾ അതിൽ സാമൂഹിക അസമത്വം എന്താണ്, ബഹിഷ്കരണം എന്താണ്, ജാതി വ്യവസ്ഥകൾ, ദളിതർ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച്. ഇന്ന് നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വിഭാഗങ്ങളെ കുറിച്ചിട്ടാണ്. സാമൂഹിക അസമത്വം നേരിടുന്ന രണ്ട് വിഭാഗങ്ങൾ. ഒന്ന് OBC-കാർ. OBC എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ. അടുത്ത വിഭാഗം ആദിവാസികളുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം മറ്റു പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ചിട്ട് പഠിക്കാം. പട്ടികജാതി പട്ടികവർഗക്കാർ എന്ന് പറഞ്ഞു. നമ്മൾ ദളിതരായ ആൾക്കാരാണ് പട്ടികജാതി പട്ടികവർഗക്കാർ. ഇവരതിനെ അസ്പൃശ്യർ എന്ന് പറയാം. എന്ന് വെച്ചാൽ അൺടച്ചബിൾ, തൊട്ടുകൂടാത്തവർ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന സ്റ്റാറ്റസ് അനുഭവിക്കുന്നവർ അവരാണ്. സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന പദവി അവർക്കാണുള്ളത്. പക്ഷേ ഇവരുടെ അത്രയും മോശമല്ല. എന്നാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന മറ്റു വിഭാഗങ്ങളെയാണ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, OBCs എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവരെ വിഭാഗം ആക്കിയിട്ടുണ്ട് അങ്ങനെ OBC എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തന്നെ ജവഹർലാൽ നെഹ്റു ഭരണത്തിൽ വന്നപ്പോൾ ആദ്യത്തെ സർക്കാർ തന്നെ ഒരു കമ്മിറ്റീനെ നിയോഗിച്ചു. ഈ OBCയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് കാക്ക കലേൽക്കർ. കാക്ക കലേൽക്കറുടെ കീഴിലുള്ള ഒന്നാമത്തെ പിന്നോക്ക വർഗ കമ്മീഷൻ. ഈ കാക്ക കലേൽക്കറുടെ കമ്മിറ്റിയല്ല, കമ്മീഷൻ കേട്ടോ. കമ്മീഷൻ എന്താ വ്യത്യാസം എന്ന് സംശയം വരുന്നുണ്ട്. കമ്മിറ്റിയിൽ കുറച്ച് അധികം ആൾക്കാരുണ്ടാവും. കമ്മീഷൻ ഒരാളുടെ ലീഡർഷിപ്പിലായിരിക്കും കേട്ടോ. ഒന്നാമത്തെ പിന്നോക്കവർഗ കമ്മീഷൻ ഇവർ 1983 തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവരെ കമ്മീഷനെ നിയമിക്കുക എന്താ വെച്ചാൽ എന്തെങ്കിലും അന്വേഷണങ്ങൾ നടത്തിയിട്ട് ഭരണഘടനയിൽ എന്തെങ്കിലും നിയമം കൊണ്ടുവരണം, ആ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഗവൺമെന്റ് സമർപ്പിക്കാനാണ് ഈ കമ്മീഷനുകളെ നിയമിക്കുക. അപ്പോൾ അതുപോലെ ഇത് കാക്ക കലേൽക്കറുടെ കമ്മീഷൻ ഇതൊക്കെ പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ അന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ആ സാഹചര്യങ്ങളൊക്കെ വേറെ ഒരുപാട് പ്രശ്നങ്ങളും ഇലക്ഷന്റെ ഇതും സംസ്ഥാന രൂപീകരണമായിട്ടും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കിടയിൽ ഇത് അങ്ങ് മുടങ്ങിപ്പോയി. പിന്നെ 1950 പിന്നെ കുറച്ചിങ്ങനെ കഴിയുമ്പോഴും ഈ എന്താ പറയാ, മറ്റു പിന്നോക്ക ഈ OBC-കാരുടെ പ്രശ്നം ഒരു കേന്ദ്രമായ പ്രശ്നം, ഇന്ത്യൻ നാഷണൽ ലെവലിലുള്ള ദേശീയ തലത്തിലുള്ള ഒരു പ്രശ്നത്തിന് പകരം ഒരു ലോക്കൽ ലെവലിൽ സംസ്ഥാന തലത്തിലുള്ള പ്രശ്നമായിട്ടും ഒക്കെ മാറി. വല്ലാതെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ആ പ്രശ്നം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്രശ്നം പൊങ്ങി വരുന്നത് എന്താന്ന് വെച്ചാൽ 1970 ജനതാ പാർട്ടി വന്നു. ജനതാ പാർട്ടി ഇന്ദിരാഗാന്ധിനെ തോൽപ്പിച്ചിട്ട് ജനതാ പാർട്ടി വന്നു 70-കളിൽ. അപ്പോഴാണ് ഈ പ്രശ്നം പിന്നെയും പൊങ്ങി വരുന്നത് മറ്റു പിന്നോക്ക ജാതിക്കാരുടെ. കാരണം ഇന്ദിരാഗാന്ധിയുടെ കുറച്ച് നടപടികളും ഇതൊക്കെ ആയിട്ട് ഇത് പ്രശ്നം പൊങ്ങി വന്നു. ഇവര് ഒരു രണ്ടാമത്തെ പിന്നോക്ക വർഗ കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന്റെ പേരാണ് BP മണ്ഡലിന്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ എന്തു പണി ചെയ്തു? 1980 റിപ്പോർട്ട് കൊടുത്തു. 1980 റിപ്പോർട്ട് കൊടുത്തത് പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇത്തിരി ലാഗായി പോയി എന്ന് പറഞ്ഞാൽ ഇത്തിരി വൈകിപ്പോയി. ആ റിപ്പോർട്ട് നടപ്പിൽ കൊണ്ടുവന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിൽ കൊണ്ടുവന്നു. പക്ഷെ 1980 സമർപ്പിച്ച റിപ്പോർട്ടിന് 1990 അത് നടപ്പാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു ഡിഫറൻസ് വന്നു. കാരണം 1990-കളോടെ നമ്മുടെ എന്താ പറയാ, വിദ്യാഭ്യാസപരമായും ടെക്നോളജി, കമ്പ്യൂട്ടറൊക്കെ വരുന്ന ടൈമല്ലേ. ആ ടൈമൊക്കെ ആയിട്ട് കുറച്ചും കൂടി ആൾക്കാരുടെ ബുദ്ധിയൊക്കെ ഉണർന്നു. എന്നുവെച്ചാൽ ആൾക്കാർ കുറച്ചും കൂടി സോഷ്യലായി തുടങ്ങിയതോടെ ആ പ്രശ്നം, OBC-കാരുടെ പ്രശ്നം പിന്നെയും കൂടുതൽ ഉയർന്നു വന്നു. നമ്മൾ 1990
നിയമം പഠിച്ചില്ല അല്ലേ? 93 അമെൻമെന്റ് ആക്ട് 1900 93 അമെൻമെന്റ് ആക്ട് ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു. 2005 2005 93 അമെൻമെന്റ് പ്രകാരമാണ് സംവരണം കൊണ്ടുവന്നത് ഒ ബി സിക്കാർക്ക് വേണ്ടിയിട്ട്. പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ 1990-കൾക്ക് ശേഷം ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ഈ ദളിതർക്കും മറ്റു പിന്നോക്ക ജാതിക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉയരുകയും ചെയ്തു. അത് മാത്രമല്ല, പിന്നെ ഈ ഇലക്ഷനിലും ഇവർ ഒരു മുഖ്യ ശക്തികളായി മാറി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സെൻസസ് ജനസംഖ്യയിൽ 41% ഈ മറ്റു പിന്നോക്ക വിഭാഗക്കാരാണെന്ന് അവർക്ക് മനസ്സിലായി. ആർക്ക്? ഒ ബി സിക്കാർക്ക്. അങ്ങനെയാണ് അവർ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് തുടങ്ങി. ആദ്യ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാര്യം അവർ മനസ്സിലായപ്പോൾ ഈ ജനസംഖ്യയിൽ 41% ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഇലക്ഷനിലൊക്കെ അവർ വൻ ശക്തിയായിട്ട് മാറി. പിന്നെ ഇനി അത് കഴിഞ്ഞു, ഒ ബി സി കഴിഞ്ഞു. ഇനി ആദിവാസികളാണ്. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കാട് വീടായി കൊണ്ടു നടക്കുന്നവരാണ് ആദിവാസികൾ. അപ്പോൾ ആദിവാസികളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ആദിവാസികൾക്ക് ഹിന്ദു സംസ്കാരത്തിനോട് വളരെയധികം ശക്തമായ ബന്ധമുണ്ട്. അത് നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതം രാമായണമൊക്കെ വായിച്ചവരും കഥകൾ കേട്ടവരൊക്കെ അത് പരിശോധിച്ചാൽ നമുക്കറിയും. കാരണം ഈ ആദിവാസികൾക്ക് അതുമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ നോർത്ത് ഈസ്റ്റ് അരുണാചൽ പ്രദേശ്, ഇന്ത്യത്തെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, മണിപ്പൂർ ഇതൊക്കെയാണ്. അവിടെ ഉള്ള ആദിവാസികൾ ഒഴികെ, കാരണം അവർക്ക് അവിടെ വീട് പോലെ അവർക്ക് ഫുള്ള് സെറ്റപ്പാണ്. അവിടുത്തെ ആദിവാസികൾക്ക് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള ആദിവാസികളൊക്കെ ഇങ്ങനെ സ്ഥലം മാറി താമസിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ബ്രിട്ടീഷുകാരുള്ളപ്പോൾ തന്നെയാണ്. എന്നുവെച്ചാൽ ഇവർ കാട് വീടായിട്ട് താമസിക്കുന്നവരാണ്. കാടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും തേനും ആ കാട്ടിൽ നിന്ന് എന്തൊക്കെ വിഭവങ്ങളാണോ ലഭിക്കുന്നത് അത് ഉപയോഗിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്നവരായിരുന്നു ആദിവാസികൾ. ഈ ബ്രിട്ടീഷുകാർ എന്തുകൊണ്ട് ചെയ്തു? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് റിസർവ് വനായിട്ട് പ്രഖ്യാപിച്ച്. അവിടെ ഇത് റിസർവാണ്, ഇത് ഗവൺമെന്റിന്റെ റിസർവ് വനാണ്, ഇവിടെ ആരും വരാൻ പാടില്ല. ഇവർ ഈ കാട്ടിൽ ജീവിക്കുന്ന ഇവരെ പരിഗണിക്കാതെ അത് റിസർവ് വനായി പ്രഖ്യാപിച്ചതോടെ ഇവർക്ക് എന്ത് പണി ചെയ്ത്, ഇവർ മാറ്റക്കൃഷി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. മാറ്റക്കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും. അരുണാചൽ പ്രദേശിലൊക്കെ ഇതിനെ ജൂമിംഗ് എന്നാണ് പറയുക, അവരെ പറയുന്ന പേര്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് അവർ കൃഷി ചെയ്യും. കൃഷി ചെയ്തിട്ട് കൃഷിയൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കൃഷി കഴിഞ്ഞാൽ ഈ വളക്കൂറ് കുറയും. വളക്കൂറ് കുറഞ്ഞാൽ മണ്ണിൻ്റെ വളക്കൂറ് കുറഞ്ഞാൽ ഇവർ അവിടെ ഉള്ള ആ കൃഷിയുള്ള പുല്ലൊക്കെ കൂടി കത്തിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് വേറെ സ്ഥലത്ത് കൃഷി ചെയ്യും. പിന്നെ ഈ ആദ്യം കൃഷി ചെയ്തിടത്തുനിന്ന് കുറേ കാലം അവിടെ കാടും ഇതൊക്കെ പടർന്ന് പന്തലിച്ച് അവസാനം ചിലപ്പോൾ അത് മണ്ണൊക്കെ നന്നായി മാറുമ്പോഴേക്കും ഇവരിങ്ങനെ കൃഷി ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് മാറി കൃഷി ചെയ്ത് ചിലപ്പോൾ ഈ ആദ്യത്തെ സ്ഥലത്തേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ മാറി കൃഷി ചെയ്യുന്ന ഈ രീതിയെ പറയുന്ന പേരാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, മാറ്റക്കൃഷി അല്ലെങ്കിൽ ജൂമിങ് കേട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ, അതുപോലെ തടി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി വനങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. ഈ മരത്തിൻ്റെ തടി ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രീസൊക്കെ വന്ന്, വ്യവസായങ്ങളൊക്കെ വന്ന് ഇപ്പം മരത്തിനൊക്കെ നല്ല ഡിമാൻഡായി. ആൾക്കാർ മരത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഇവർ ഈ മരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വനങ്ങളൊക്കെ കെട്ടി സംരക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരെന്തായി, ആദിവാസികൾ ആ കാട്ടിൽ ജീവിച്ചിരുന്ന അവരുടെ നാട്ടിലെ നിയമവിരുദ്ധമായിട്ട് താമസിക്കുന്ന ആൾക്കാരായി. അപ്പോൾ അവരങ്ങനായി മാറി. പിന്നെ കുറച്ച് ആൾക്കാർ കാട് ഉപേക്ഷിക്കേണ്ടി വന്നു. അവർ വേറെ പല കൂലിത്തൊഴിലാളികളിലേക്കും ആയി മാറി കേട്ടോ. ഇത് ഇപ്പോൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള കഥയാണ്. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടന അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, അടിച്ചമർത്തൽ നേരിടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവണമായിരുന്നു. പക്ഷെ ആദിവാസികളുടെ കാര്യത്തിൽ അത് ഉണ്ടായില്ല. അതാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ, ആദിവാസികളുടെ കാര്യത്തിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ വനങ്ങൾ റിസർവ് വനങ്ങളായിട്ട് ആ കുത്തക
പ്രഖ്യാപിച്ചിരുന്നു അതേപോലെ തന്നെ ഇവരും കീപ്പ് ചെയ്തു. നമ്മുടെ ആര് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവൺമെന്റ്. അതേപോലെ ഗവൺമെന്റിന്റെ മെയിൻ അജണ്ട എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, രാജ്യം നന്നാവണം, രാജ്യം വലിയ രാജ്യമായി മാറണം, നല്ല മുന്നേറ്റമുള്ള രാജ്യം, വ്യവസായങ്ങളൊക്കെ വന്ന് ഇപ്പൊ അമേരിക്കൻ ബ്രിട്ടനൊക്കെ കണ്ടില്ല, ഒരുപാട് വ്യവസായങ്ങളും അതൊക്കെ ഉള്ള രാജ്യങ്ങളെ പോലെ മെഷീൻസ്, ടെക്നോളജി ഒക്കെ പറയും. അപ്പൊ അങ്ങനെ മുന്നേറണം എന്നുള്ളത് കൊണ്ട് ഇവർ ഈ പ്രകൃതി, ഈ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നും വേണ്ട വിധം പരിഗണിച്ചില്ല എന്ന് പറയാം. അപ്പൊ ഈ വ്യവസായങ്ങളൊക്കെ വരികയാണെങ്കിൽ, ഇൻഡസ്ട്രീസ് ഒക്കെ വരികയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ അവർക്ക് ധാതുക്കളും വേണം, ഊർജം വേണം, എനർജി. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ മിനറൽ. ഇപ്പൊ സ്റ്റീലാണെങ്കിൽ ഇരുമ്പിന്റെ അയിര്, ഖനികള്, ഇരുമ്പിന്റെ ഖനികളൊക്കെ മണ്ണിന്റെ അടിയിലാവും. കൂടുതലും ഈ കാടുകളിലാവും ഈ ഇരുമ്പ് ഖനികളും, വജ്രഖനി അല്ല, ഇങ്ങനെ കോപ്പ്, ചെമ്പ് ഖനി, അങ്ങനെയൊക്കെ പല മിനറൽസ്, ധാതുക്കളുടെ ഖനികളൊക്കെ ഉണ്ടാവുക കൂടുതലും ആദിവാസി പ്രദേശങ്ങളിലോ. അതേപോലെ ഊർജം മെയിനായിട്ട് നമ്മൾ ഊർജം എന്ന് പറഞ്ഞാൽ എനർജി, കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടി. ഇപ്പോൾ ഒരു ഫാക്ടറി വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണ്ടേ, ഒരു വ്യവസായം വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. അപ്പോൾ അതിന് മെയിനായിട്ട് ഇവർ ഡാമുകളാണ് പണി ചെയ്തത്. ഡാമുകൾ പണിയണമെങ്കിൽ പുഴയിൽ പണിയണം. പുഴ കൂടുതലും എവിടെ ഉണ്ടാവുക? കാടുകളിലല്ലേ ഉണ്ടാവുക, വെള്ളച്ചാട്ടങ്ങളും. അപ്പോൾ ഈ ഖനികളും അണക്കെട്ടുകളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആദിവാസികളുടെ സ്ഥലം ഇവർ വല്ലാതെ അങ്ങ് ചൂഷണം ചെയ്തു. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം കേട്ടോ, രാജ്യം വ്യവസായ വളർച്ച നേടണം എന്നുള്ള അതിൽ ഇവരാണ്ട് അവഗണിച്ചു എന്ന് തന്നെ പറയാം. അതിന് ഒരു കണക്ക് നമ്മുടെ ഒരു ബോക്സിൽ പറയുന്നുണ്ട്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ 3 കോടിയോളം ആദിവാസികളെ ഒഴിപ്പിച്ചിട്ടുണ്ട് സ്ഥലത്തുനിന്ന്. 3 കോടി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ, ഉത്തര അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽപ്പെട്ട, നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽപ്പെട്ട കാനഡ എന്ന രാജ്യത്തിന്റെ ജനസംഖ്യയാണ് 3 കോടി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ 3 കോടി ആദിവാസികൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ അവരെ സ്ഥലത്ത് നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ആ ഒഴിവാക്കിയതിൽ ഇവരെ പുനരധിവസിപ്പിക്കാവുന്നതാണ്. ഒഴിവാക്കിയിട്ട് ഇവർക്ക് വേറെ സ്ഥലം കൊടുക്കാന്നുള്ള കണ്ടീഷനിലാണ് ഇവരെ ഒഴിവാക്കൽ. അതിൽ 75% ആൾക്കാരെ പുനരധിവസിപ്പിച്ചിട്ടില്ല എന്നാണ് ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്നത്. 3 കോടിയിൽ 2.25 കോടിയോളം ആൾക്കാരെ എന്ന് വെച്ചാൽ തെരുവിലായി പോയി ട്ടോ. അത്ര ആൾക്കാരെ ഒരു കാരണമല്ലാതെ ആദിവാസികളെ അവരുടെ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നുള്ളത് എന്താന്ന് വെച്ചാൽ ഇവർക്ക് നഷ്ടപരിഹാരവും പുനരധിവാസവും നടത്തിയില്ല. നഷ്ടപരിഹാരമായിട്ടുള്ള പൈസ ഒന്നും കൊടുത്തില്ല. നഷ്ടപരിഹാരം കൊടുത്തെങ്കിൽ കൂടെ അത് ഒരു തട്ടിപ്പ് പോലത്തെ പരിപാടിയാണ് അവർ കാട്ടിയത്. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ട് വളരെ തുച്ഛമായിട്ടുള്ളത്. അതിപ്പോൾ ഒഡീഷയിലൊരു സംഭവം നമ്മളിപ്പോൾ ചർച്ച ചെയ്യും, അപ്പോൾ നമുക്ക് ആ വിഷയം പറയാം. പിന്നെ ഉണ്ടായിരുന്നത് ഇതിനെ ഒരു ദേശീയ വികസനം, രാജ്യം വികസിക്കുക, സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് വിഷമൊക്കെ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധുക്കളോടുള്ള ഈ ആക്രമത്തെ അവർ ന്യായീകരിച്ചിരുന്നത്. ഇതിനിപ്പോൾ ബ്രിട്ടീഷുകാർ പോയെങ്കിലും ഈ ആദിവാസികൾക്ക് ബ്രിട്ടീഷുകാർ ആയിരുന്നു ഭേദം എന്ന് പറയാം. അല്ലെങ്കിൽ ആദിവാസികളോട് നമ്മുടെ ഗവൺമെന്റ് ബ്രിട്ടീഷുകാരുടെ നയം തന്നെയാണ് പുറത്തെടുത്തുള്ളത്. രാജ്യത്തിനകത്തുള്ള കൊളോണിയലിസം ആയിരുന്നു ഈ ആദിവാസികളോട് ഉള്ള സമീപനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം അങ്ങനെ. പിന്നെ 1990കളിൽ നമ്മുടെ മൻമോഹൻ സിംഗ് ധനമന്ത്രി ആയിരിക്കുമ്പോൾ PV നരസിംഹറാവു പ്രധാനമന്ത്രി ആയപ്പോൾ അവരൊരു നമ്മുടെ സാമ്പത്തിക ഉദാരവൽക്കരണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. അതെന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ സമ്പത്തൊക്കെ ആകെ തകർന്നു. ഇന്ത്യ അതുവരെ ഇങ്ങനെ വേറെ പുറത്തുനിന്നൊന്നും ആളെടുക്കില്ല, ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ കമ്പനികൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ 1990 ഇവരെന്ത് പണിയത്? ഇവർ ക്യാപിറ്റലിസം, മുതലാളിത്തം എന്ന് പറയുമ്പോൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളൊക്കെ കുറേ ഉണ്ട് കൊടുന്ന് ഇന്ത്യക്ക്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളൊക്കെ കൊടുന്ന്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്ക് ചെയ്തോളി, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ട് ഉണ്ടാക്കി, ഞങ്ങൾക്ക് പൈസ വേണമെന്നുള്ള അങ്ങനത്തെ ഒരു ലെവലിലാക്കി. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉയർന്നു. പക്ഷെ ആർക്ക് പ്രശ്നമായി? നമ്മളെ ആദിവാസികൾക്ക് വലിയ പ്രശ്നമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ കമ്പനികൾ ഈ അന്താരാഷ്ട്ര കമ്പനികളാണ്. അന്താരാഷ്ട്ര കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ മാത്രമാവില്ല,
പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന അമേരിക്കൻ കമ്പനികളും UK കമ്പനികളും അങ്ങനെയൊക്കെ വലിയ കമ്പനികൾ ഇവരിവിടെ വന്നിട്ട് ഗവൺമെൻറ് നിയമങ്ങളൊക്കെ അവർക്കുള്ള എളുപ്പത്തിനാക്കി കൊടുത്തു. എന്ന് വെച്ചാൽ ആദിവാസികളൊക്കെ അവർക്ക് സുഖമായിട്ട് ഒഴിപ്പിക്കുക എന്നുള്ള ഒരു നിലക്കുള്ള നിയമങ്ങളൊക്കെ ആക്കി കൊടുത്ത് ഇത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന വിഷയം ആദിവാസികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നിവാസികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് ഒക്കെ ഒരു ഉദാഹരണം. അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ കുറച്ച് ഇത് കിട്ടും. ഈ ആദിവാസികൾ ഇതിനെ കുറിച്ചിട്ട് ചിലൊരു കൺസെപ്റ്റ് കിട്ടും. പിന്നെ ഈ ആദിവാസികൾ വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല. ആദിവാസികൾ കുറച്ച് പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ നടന്നു. ആ സമരങ്ങൾ നടന്നതിൽ അവരുടെ ഏറ്റവും വലിയ വൻ വിജയങ്ങളിൽ രണ്ടെണ്ണമാണ് 2 സംസ്ഥാനങ്ങൾ. ഈ ആദിവാസി സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, നമ്മുടെ ധോണിയുടെ സംസ്ഥാനം, അതുപോലെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം വിഭജിച്ചുണ്ടായ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതുപോലെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം വിഭജിച്ചുണ്ടായതാണ് ജാർഖണ്ഡ്. ഈ 2 സംസ്ഥാനങ്ങളും ആദിവാസി ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് ഇതിൻ്റെ വിജയം കണ്ടതിന്റെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ 2 സംസ്ഥാനങ്ങൾ കിട്ടിയത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷെ എന്നാലും പിന്നെ ഒരു വിഷയം കൂടി ഉണ്ട്. എന്നാലും എന്ന് പറഞ്ഞതിന്റെ കാരണം ഒരു വിഷയം ഒഡീഷയിലുണ്ടായ വിഷയം ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അവിടെ എന്താന്ന് വെച്ചാൽ അവിടെ കലിംഗനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. 2005-ലല്ല, അവിടെ ഒരു കലിംഗനഗറിൽ ഒരു ഇരുമ്പയിരിൻ്റെ കമ്പനി, ഇരുമ്പിന് ഡിമാൻഡ് കൂടിയപ്പോൾ അതിനു മുന്നേ നമ്മുടെ ആദിവാസികളിൽ നിന്ന് ഗവൺമെൻറ് ഏക്കറിന് 1000 രൂപയുടെ അടുത്ത് കൊടുത്തിട്ട് വളരെ തുച്ഛമായ പൈസക്ക് ആദിവാസികളുടെ കുറേ ഭൂമി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദിവാസികളാണെങ്കിലോ ആദിവാസികൾ ആ തുച്ഛം പൈസ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയും അവർ നിയമവിരുദ്ധമായിട്ടാണെങ്കിലും അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ പിന്നെ അവരെ നിയമവിരുദ്ധമായിട്ട് ഗവൺമെൻറ് കാണുകയാണെങ്കിലും അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവർ ആ സ്ഥലത്ത് തുടർന്നിരുന്നു. പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ അന്താരാഷ്ട്ര ഈ സ്റ്റീൽ കമ്പനി വന്നപ്പോൾ ഗവൺമെൻറ് ഇത് അങ്ങോട്ട് വിറ്റ് ഈ സ്ഥലം സ്റ്റീൽ കമ്പനിക്ക്. അത് ഈ ആദിവാസികളിൽ നിന്ന് 1000 ചില്ലറ തുച്ഛം പൈസക്ക് വാങ്ങിച്ചതിൻ്റെ 10 ഇരട്ടി വിലക്കാണ് വിറ്റത്. ഇവരെ അറിഞ്ഞെന്ന് മാത്രമല്ല വേറെ എന്ത് സംഭവം ഉണ്ടായെന്ന് ഇവർ നിയമവിരുദ്ധമായിട്ട് അവിടെ താമസിച്ചിരുന്നെങ്കിൽ ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എന്ത് കിട്ടി? വേലി പണിതു. ആ വേലി പണിത കാരണം ഇവർ പ്രതിഷേധത്തിന് ഇറങ്ങിയതാണ്. ഇനി ഉള്ള സ്ഥലങ്ങൾ അവർ വിട്ടുകൊടുക്കില്ല എന്നിട്ട് പ്രതിഷേധത്തിന് നഗരങ്ങളിലേക്ക് ഇറങ്ങി, അവരുടെ നാട് വിട്ടിട്ട്. എന്നിട്ട് അവിടെ ഒരു സ്റ്റേറ്റ് ഹൈവേ ഉണ്ടായിരുന്നു, സംസ്ഥാന പാത. ആ സ്റ്റേറ്റ് ഹൈവേയിലെ 23 ഇപ്പം നമ്മൾ ഷഹീൻ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് CAA പ്രതിഷേധത്തിൽ റോഡ് ഉപരോധിച്ചില്ല, അതേപോലെ സംസ്ഥാനത്ത് ദേശീയപാത അത് ഉപരോധിച്ചു ഒരു 23 ദിവസം. 23-ാം ദിവസം, അതായത് 2006 ജനുവരി 2 ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ പോലീസ് ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്തു ഇവരെ. അതിൽ 12 ആദിവാസി ആളുകളും ഒരു ആദിവാസി സ്ത്രീയും മരണപ്പെട്ടു. ഷൂട്ടിങ് ഈ സംഭവത്തിൻ്റെ വിഷയത്തിൻ്റെ കടുപ്പം എത്രയെന്ന് വെച്ചാൽ അതായിരുന്നില്ല അതിന് ശേഷം ഷൂട്ടിങ്ങിൽ മരിച്ച മുന്നേ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസം ഈ ആദിവാസികളുടെ ബോഡി, മൃതശരീരം ഈ വീടുകളിൽ കിട്ടിയപ്പോൾ അവിടെ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ മരിച്ചവരുടെ കൈ അവർ വെട്ടിമാറ്റിയിരുന്നു. പിന്നെ മരിച്ച സ്ത്രീയുടെ മാറിടങ്ങൾ മുറിച്ചിരുന്നു. അവർക്കൊരു ഭീഷണി എന്നുള്ള നിലക്ക് അവരുടെ ആ മൃതശരീരത്തിനോട് പോലും ഉള്ള മര്യാദ ഇവർ കാണിച്ചില്ല. അത്രയും ക്രൂരമായ സംഭവം. ഇത് നടന്നത് കൊല്ലങ്ങൾക്ക് മുന്നേ ഒന്നുമല്ല, 2005. അപ്പോൾ ആദിവാസികളെ എങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് ട്രീറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് കലിംഗനഗർ സംഭവം. അത് കുറച്ചു കാലം ന്യൂസിലുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. കുറച്ചു കാലം ന്യൂസ് പേപ്പറിലുണ്ടാവും, കുറച്ചു കാലം അങ്ങനെ കത്തി നിൽക്കും, പിന്നെ അത് അങ്ങോട്ട് പോകും. കാരണം ന്യൂസുകൾ കുറേ വരും പോകും. അപ്പോൾ പരിസ്ഥിതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിസ്ഥിതി വിഷയമായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നർമ്മദ, നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. നർമ്മദ ഒരു പരിസ്ഥിതി വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട്. സിംഗ്രോളി, ഇതൊക്കെ അണക്കെട്ടുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തെഹരി, ഹിറാക്കുഡ്, കോയൽക്കാരോ, സുവർണരേഖ, നാഗർഹോള്,
പ്ലാച്ചിമട കേരളത്തിൽ കൊക്കക്കോള കമ്പനിയായിട്ടുള്ള സമരമാണ്. ഇതൊക്കെ പല പരിസ്ഥിതി സംഘർഷങ്ങളാണ്, നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പരിസ്ഥിതി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലത്തെ ഒരു സ്ഥലമായി പോയി കലിംഗ നഗരം. ഇത് നമ്മുടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് വളരെയധികം ഗൗരവമേറിയ വിഷയമാണ്. അപ്പോൾ അത് വായിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവും. എത്രമാത്രം ആ മനുഷ്യരെ, മജ്ജയും മാംസമുള്ള മനുഷ്യരെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അവരെ പരിഗണിക്കുന്ന, ആ ജീവൻ ഷൂട്ട് ചെയ്യും മരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവരുടെ മൃതശരീരത്തിനോട് പോലും ചെയ്യുന്നത് അതിൻ്റെ ഉദാഹരണം ആണത് കേട്ടോ. അപ്പോൾ രണ്ടാൾക്കാരെ നമ്മളിന്ന് പഠിച്ച്, മറ്റു പിന്നോക്ക വിഭാഗക്കാരെയും പിന്നെ ആദിവാസികളുടെയും കേട്ടോ. ഇനി ബാക്കി സ്ത്രീകളും ഭിന്നശേഷിക്കാരും ഒക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നോട്ട്സ് ഞാൻ അയച്ചുതരാം. ഞാൻ നോട്ട്സ് പൊളിറ്റിക്സിൻ്റെത് അയച്ചു തന്നിട്ടില്ല. പൊളിറ്റിക്സിൻ്റെയും സോഷ്യോളജിയുടെയും കൂടി അതിന് ശേഷം അയച്ചു തരാം. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ശരി.